എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സുകൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈമിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനു മുമ്പ് ഇതിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ല, ഫൈനൽ പിന്നെ പബ്ലിഷ് ചെയ്യും. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 15 തീയതിക്കുള്ളിൽ മെയിൽ അയക്കണം. നമുക്കിനി ഓപ്ഷൻ രജിസ്ട്രേഷന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിലോട്ട് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും കോളേജ് പ്രവേശനവുമാണ്. LBSന്റെ GNM ANM കോഴ്സുകൾക്ക് 2 മെയിൻ അലോട്ട്മെൻറ്റുകളാണ് നടത്തുന്നത്. ഈ 2 അലോട്ട്മെൻറ്റും കഴിഞ്ഞ ശേഷം വേക്കൻ്റ് ആയിട്ട് സീറ്റ് വന്നാൽ അത് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തി ഫില്ല് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സീറ്റ് വേക്കൻസി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, ടോക്കൺ ഫീ അടച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സീറ്റ് ക്യാൻസൽ ആവുകയും പിന്നെ അതെന്തായിട്ട് മാറും, വേക്കൻ്റ് ആയിട്ട് മാറും. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീ അടയ്ക്കണം. നെക്സ്റ്റ് പറയുന്നത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ പറ്റിയാണ്. ഒന്നാണ് അപേക്ഷയിൽ നിന്ന് എന്ത് ചെയ്യും, കോളേജ് ഓപ്ഷൻ എന്ത് ചെയ്യും, അവർ സ്വീകരിക്കും. നിങ്ങൾക്ക് എത്ര വേണം ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ആ ലിസ്റ്റിലുള്ള മൊത്തം കോളേജ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ള കോഴ്സും കോളേജും ആയിരിക്കണം കൊടുക്കാൻ. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജസ് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിലാവുന്നത്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ടുള്ള റാങ്കാണ്. ഫൈനൽ വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് കൂടാൻ കുറയാൻ അല്ലെങ്കിൽ എന്താണ് ഒന്നും മാറ്റമൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ട്രയൽ അലോട്ട്മെൻറ്റ് ജസ്റ്റ് ഡെമോ ആണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത് പറയുന്നത് കാൻഡിഡേറ്റ്സിൻ്റെ ഓപ്ഷനും റാങ്കും അനുസരിച്ച് എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെമോ പോലെ, ട്രയൽ പോലെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ് കാൻഡിഡേറ്റ്സിന് അവർക്ക് ലഭിക്കുന്ന ചാൻസിനെ പറ്റി എന്താണ് ഒരു ധാരണ കിട്ടും. ദാറ്റ് മീൻസ് അവർക്ക് ഇവിടെ കിട്ടും കിട്ടൂല എന്നുള്ള ഒരു ഏകദേശം ഐഡിയ കിട്ടും. ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ്സിന് കോളേജ് ഓപ്ഷൻസ് പുതിയതായിട്ട് കൊടുക്കാം, റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ നോക്കാം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതിൽ നിന്ന് റിമൂവ് ആവുകയും പിന്നെ നിങ്ങൾ റെഗുലർ അലോട്ട്മെൻറ്റ്സിൽ എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. പിന്നെ നിങ്ങൾക്ക് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയത് 5ാമത്തെ കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ടോപ്പിലുള്ള കോളേജ് ഓപ്ഷൻസിനെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഹയർ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ കോളേജ് കിട്ടിയാൽ നിങ്ങളുടെ 6 മുതൽ ബാക്കി വെച്ച ഓപ്ഷൻസ് എല്ലാം, അതായത് ലോവർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആവുകയും പിന്നെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജസ് വേണമെങ്കിൽ അതിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ താല്പര്യമില്ലാത്ത കോളേജാണ് കിട്ടിയത്. അലോട്ട്മെൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീ അടയ്ക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടാൻ താല്പര്യമുണ്ട്, ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്താണ് സാധാ കോളേജ് ഓപ്ഷൻസും പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയവരുടെ ഹയർ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പരിഗണിക്കുന്നുണ്ടായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത ആൾക്ക് പുതിയതായിട്ടാണ് ആ അലോട്ട്മെൻറ്റ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം. നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അടച്ചത് എന്ത് ചെയ്യേണ്ട വരും, ടോക്കൺ ഫീ അടയ്ക്കേണ്ട. ടോക്കൺ ഫീ അടച്ചവർക്ക് മാത്രമേ ആപ്ലിക്കേഷനിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്താണ് മെമ്മോയും പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സഹിതം അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ അവരൊരു സമയം പറയും, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യേണ്ടതാണ്. അടുത്തത് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആണ്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കി വേക്കൻ്റ് ആയിട്ട് വരുന്ന ഒഴിവ് സീറ്റുകൾ ഫില്ല് ചെയ്യിപ്പിക്കാനാണ് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രണ്ടാണ്, ഒന്നല്ല. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ഒന്നെന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ രജിസ്റ്റർ ചെയ്ത ഓപ്ഷൻസ് എന്ത് ചെയ്യത്തില്ല, ഇതിൽ പരിഗണിക്കത്തില്ല. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ എന്ത് ചെയ്യണം, നമ്മൾ നേരിട്ട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചെന്ന് എന്ത് ചെയ്യണം, ഹാജരായിട്ട് ഓപ്ഷൻസ് അവിടെ വെച്ചാണ് നൽകേണ്ടത്. സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റ് വഴി കിട്ടും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീ അടയ്ക്കാതെ ക്യാൻസൽ ആയവർക്കും ഇതിൽ ഒന്നേന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കാം. ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റ്സിൽ നിങ്ങളെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഒരു പ്രധാന അറിയിപ്പ് LBS പറയുന്നത്, നിങ്ങൾ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ഒഫീഷ്യൽ സൈറ്റ് നോക്കി എന്ത് ചെയ്യണം, മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.